എല്ലാവർക്കും ലൈൻ ആൻഡ് ട്രെയിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റിയാണ്. അതായത് ഇപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു ബിഗിനറിനെ ഒരു ചാർട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ അവിടെ ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ മൊത്തത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമുക്ക് അതിനെ നമുക്ക് വാങ്ങിക്കണോ വിൽക്കണോ, അത് എങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് മെയിൻ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്കിനെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ക്യാൻഡിൽ സ്റ്റിക്കിനെ അറിഞ്ഞാൽ മാത്രമാണ് അവിടെ നമുക്ക് ബൈയിങ് ആണ് നടക്കുന്നത് സെല്ലിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ എന്താ പറയുക, നമ്മളൊരു സീരീസ് ആയിട്ട് ഒരു പാർട്ട് 1 എന്ന നിലയ്ക്ക് ക്യാൻഡിൽ സ്റ്റിക്ക്, ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ഏതൊക്കെയാണ്, അത് ബൈയിങ്ങിലാണെങ്കിലും സെല്ലിങ്ങിലാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് ബുള്ളിഷ് മർബോസ് ക്യാൻഡിലാണ്. അത് പേര് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, നമുക്കത് ചാറ്റിൽ പോയാൽ കാണാൻ കഴിയും എങ്ങനെയാണ് ആ ക്യാൻഡിൽ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. പേര് കണ്ടാലും പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ മീൻസ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ എന്ത് കാണണം, അല്ലെങ്കിൽ ഒരു ചാർട്ട് കാണുകയാണ്, ഏത് സ്റ്റോക്ക് എടുത്തോട്ടെ അല്ലെങ്കിൽ ഇൻഡൈസസ് എടുത്തോട്ടെ, അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വരുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കൊരു 100 ലൈക്സ് ഒക്കെ കിട്ടിയാലും നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് പ്ലാൻ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കമൻറ്റും കിട്ടണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇന്നത്തെ ബുള്ളിഷ് മർബോസുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ നോക്കാൻ നേരത്ത് എന്താണ് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ ഈക്വൽസ് ലോ ആൻഡ് ഹൈ ആണ്. അതായത് ഒരേ ലോവും ഹൈയും ലോവും ഒരുപോലെ ആയിരിക്കുക എന്നുള്ളതാണ്. ക്യാൻ സിഗ്നൽ എ റിവേഴ്സൽ. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ്, വെൻ ഇറ്റ്സ് ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡൗൺ ട്രെൻഡ്. അതായത് വെറുതെ ലോവും ഹൈയും മാത്രം എടുക്കലല്ല, മീൻസ് ഒരു ക്യാൻഡിൽ, അതായത് ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എവിടെ വരുന്നത്, എൻഡ് ഓഫ് ദ ഡൗൺ ട്രെൻഡ് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് ഷോസ് ദ സെന്റിമെന്റ് ഹാസ് ചേഞ്ച്ഡ് ദാറ്റ് ദ ബുൾസ് ആർ ലൈക്ലി ടു കണ്ടിന്യൂ പുഷിംഗ് ദ അസെറ്റ് ഹയർ. ഇവിടെ നമുക്ക് അതിനൊരു എക്സാമ്പിൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അതായത് ബുള്ളിഷ് മർബോസ് ക്യാൻഡിലെ നല്ലൊരു മീൻസ് ഓപ്പൺ എവിടെയായത്, ക്ലോസ് എവിടെയായത്, മീൻസ് ഓപ്പൺ താഴെ ഓപ്പൺ ആയിട്ട് മേലിൽ ക്ലോസിങ് കിട്ടി. അതായത് അതാണ് ഇവിടെ പറഞ്ഞത്, ഓപ്പൺ ഈക്വൽസ് ലോ ഹൈ ഈക്വൽസ് അല്ലേ. ഓപ്പൺ ഈക്വൽസ് ലോ, ഹൈ ഈക്വൽസ് ക്ലോസ്. അതായത് അവിടെ വേറെ മേളിൽ വിക്കോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഓപ്പൺ ആയതിൻ്റെ അവിടെ നിന്ന് താഴേക്കും പോയിട്ടില്ല, ക്ലോസ് ആയത് അവിടെ നിന്ന് മേളിലേക്കും പോയിട്ടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ ഫോർമേഷനാണ് നമ്മൾ പറയുന്നത് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ ബോഡി ക്യാൻഡിലിനെ ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞാൽ, ഒരു ഫുൾ ബോഡി ക്യാൻഡിലിനെ എന്താക്കാം, ഇവിടെ നമുക്ക് കാണാം, ഫുൾ ബോഡി ക്യാൻഡിലിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ എന്നും. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡൗൺ ട്രെൻഡ്. അത് മീൻസ് എവിടെയെങ്കിലും കണ്ടാൽ പോരാ, എൻഡ് ഓഫ് ദ ഡൗൺ ട്രെൻഡ് ആയിരിക്കും ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഒരു ബുള്ളിഷ് മർബോസ് ക്യാൻഡിലിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ പോയിട്ട് എവിടെയൊക്കെ ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ ഡൗൺ ട്രെൻഡിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് ആവും. എല്ലാ ഡൗൺ ട്രെൻഡിലും വരണം എന്നല്ല പറയുന്നത്. ഡൗൺ ട്രെൻഡ് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ വെച്ചിട്ട് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വേറെ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, ഇവിടെ നമുക്ക് നല്ല ഒരു ഡൗൺ ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ നിന്ന് നമുക്കൊരു ഹൈ എടുത്തു അല്ലേ. ഇവിടെ നല്ല ഒരു ഹൈ എടുത്തിട്ട് ഇവിടെ എന്തായി, പിന്നെ നമുക്ക് നല്ല ഡൗൺ ട്രെൻഡാണ് കിട്ടിയത്. ഡൗൺ ട്രെൻഡിന് ശേഷം ഇവിടെ എന്തായി, ഇവിടെ കാണാൻ കഴിയുന്നില്ല ഒരു ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ. അതായത് അതിനെയാണ് നമ്മൾ പറയുന്നത് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ. ഒരു ഹൈ വന്നിട്ട് ഈക്വൽ ഹൈ, ചെറിയ ഒരു വീക്കോളൂ, എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ഹൈ. പിന്നെ ഇവിടെയും ഒന്ന് വന്നിട്ടുണ്ട്, ആ ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ വന്നതായിട്ട് ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും കാണാം. അതായത് ഇവിടെയും നമുക്ക് എന്തായാലും നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ പക്ക, അതായത് ഹൈ ലോ എടുത്ത് ഇതൊരു
നല്ല അടിപൊളി ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് നമുക്ക് എന്താണ് ഒരു കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ. നമുക്കപ്പോൾ ഡൗൺ ട്രെൻഡിന് ശേഷം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, കുറച്ച് സ്ലോ ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻഡിൽ ഫോർമേഷനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ട് ഇവിടെയും ആ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ വരാൻ നേരത്ത് ഇവിടെ ചെറിയ ഒരു വിക്കും താഴേക്കാണ്, ഓൾമോസ്റ്റ് അതൊരു സപ്പോർട്ട് സോണാക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ നമുക്ക് ഒരു ഹൈ കിട്ടുന്നുണ്ട്. ആൻഡ് താഴെ നമുക്കൊരു SL വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്താൽ ഈവൻ അതിൽ തന്നെ ഒന്ന് ഇനീഷ്യേറ്റ് നോക്കിയാൽ നമുക്കൊരു 1:1 എങ്കിലും ട്രേഡ് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. അവിടെ നമ്മൾ SL വെച്ചിട്ട് പോവാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 1:2 ട്രേഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിലിന് മേളിലായിരിക്കും മാക്സിമം എൻട്രി. അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത മേളിൽ എൻട്രി ചെയ്യുക, മേളിലേക്ക് പോകുന്നതോറും SL കയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ വരാൻ നേരത്തെ തന്നെ ആ ക്യാൻഡിൽ ഫോർമേഷൻ പിന്നെയും മാറി, മീൻസ് അത് എത്ര ഹൈ നല്ല ഹൈയിലേക്ക് തന്നെ അത് പുഷ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ അതിൻ്റെ SL ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എങ്ങനെ നമ്മൾ SL ഒക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം. ആൻഡ് ഓരോ ചാർട്ടിലും എടുത്തിട്ട് നോക്കുക ഏതൊക്കെ ചാർട്ടിൽ ഇങ്ങനത്തെ ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ കഴിയുന്നതിൻ്റെ പേരാണ് ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ. അത് ഫുൾ ബോഡി ക്യാൻഡിലായിരിക്കും. ഇവിടെ നമുക്ക് താഴേന്ന് അങ്ങോട്ട് മേലേക്ക് പോയി പിന്നെയാണ് അവിടെ നിന്ന് റിവേഴ്സ് പിന്നെയും വരുമ്പോഴാണ് ഒരു ബുള്ളിഷ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല, ബിക്കോസ് ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടണമായിരുന്നു. ആൻഡ് ഇത് കണ്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത് മേളിലേക്ക് പോയത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് താഴെ തന്നെ കിട്ടണം. ഇവിടെ നമുക്ക് മേളിൽ കിട്ടിയതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല, മീൻസ് മേളിലേക്ക് പോയി ഇനി ഇവിടെ നിന്ന് മേളിൽ ഇടിച്ചിട്ട് താഴേക്കൊക്കെ വരാൻ പാടില്ലായെന്നുമില്ല. ഇതെപ്പോഴും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഡൗൺ ട്രെൻഡിലായിരിക്കും എന്ന് മാത്രമാണ്. ആൻഡ് പിന്നെ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ നമ്മൾ നമ്മൾ SL സെറ്റ് ചെയ്ത് പോയാൽ മേളിലേക്ക് മാക്സിമം നമ്മൾ SL എവിടെ ഇട്ടാവുന്നു അവിടെ വരെ നമുക്ക് അതിനെ റൺ ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഓരോ ചാർട്ടിലും പോവുക, ഓരോ ചാർട്ടിൽ ഫുള്ള് ക്യാൻഡിൽ എവിടെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിഫ്റ്റി മാത്രമേ കാണിച്ചുള്ളൂ. ഇനി നിഫ്റ്റി ഏത് ചാർട്ടിൽ പോയാലും നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിൽ ഇത് കാണാൻ കഴിയും. സെയിം ക്യാൻഡിൽ ഫോർമേഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ക്യാൻഡിലും നിങ്ങൾ പഠിച്ചാൽ മീൻസ് അവിടെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇത് വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇനി കുറച്ചും കൂടി പറയണം, ഇതിന് ഡീറ്റെയിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾ മീൻസ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ അപ്ഡേറ്റ് വരും. മീൻസ് എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ഏതൊക്കെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മീൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഓരോന്നും കിട്ടുന്നതാണ്. ആൻഡ് ബേസിക് ലെവലും നമുക്ക് ഇനി മുതൽ ചർച്ച മീൻസ് പറഞ്ഞു പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.